അല്ല ഗൈസ്, ഞാൻ കുറച്ച് ആർട്ട് ചെയ്യാൻ വേണ്ടി പൂക്കൾ പറിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് തുളസീൻ്റെ പൂവുണ്ട്. ഞാനത് നിറച്ചും പറിക്കുകയാണ്. ഒരു സെല്ലോ ടാപ്പ് ഉണ്ടാക്കണം, എനിക്ക് വാഷി ടാപ്പ് ഉണ്ടാക്കാനാണ്. കുറേ പൂക്കൾ ഞാൻ മുമ്പ് പറിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആരും ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്ത പൂക്കളടക്കം ഞാൻ പെറുക്കി ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. വാഷി ടാപ്പ് എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തുളസിൻ്റെ പുതുതായി ഉണങ്ങാത്ത പാകം ഉണങ്ങായിട്ടുള്ള പൂക്കളെ അങ്ങനെ പറിക്കുകയാണ്. പൂവൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത് വേണ്ട നമുക്ക് വേറൊരു പൂവുണ്ടതാ. ഇവിടെ ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവ് നല്ല മുള്ളാണ് ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒരു പാലപ്പൂ പൂതണ പൂവാണിത്. ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് ഇതും പറിച്ചെടുക്കുന്നുണ്ട്. ഇത് വേഗം കാറ്റത്ത് പാറിപ്പോണതാണ്, എന്നാലും ഞങ്ങൾ പറിച്ചെടുക്കാം. ഒരു ഡെയിലി ബ്ലോഗാണ് ഗൈസ്. തൊട്ടവാടിയായിരിക്കും ഞാൻ വെറുതെ കിട്ടിയില്ല, അതെടുത്ത് ഞാൻ എടുത്ത് ഉണ്ടാക്കിയത്. ഇത് കണ്ടില്ലേ നമ്മളെ പൂവ്, ഇതിന് പേര് 10 മണിമുല്ല കേട്ടോ. ഇതൊന്ന് പുറത്ത് ഇവിടെ കാടുണ്ട്, ഇവിടെ നിന്നൊക്കെ ഉണ്ട്. കുറേ ടൈപ്പ് പൂവുണ്ട് ഇവിടെ. ഒക്കെ ഞാൻ പറിച്ചെടുക്കും. 10 മണിമുല്ല ഒന്നും വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. 10 മണിമുല്ലേൻ്റെ പൂക്കൾ നിറച്ച് നിലത്തുണ്ട്. ഒക്കെ ഞാൻ പെറുക്കിയെടുക്കട്ടെ. ഇത് കൂടാതെ പുറത്ത് പോകും. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ ഇങ്ങനെ വെള്ള കളർ സാധനമുണ്ട്. മത്തം പോലെ അരോഗ്യ സ്പെഷ്യൽ പോലെ ഇതൊക്കെ പെറുക്കിയെടുക്കുക ഗൈസ്. നിങ്ങൾക്ക് പ്രാന്താണോ ചോദിക്കുന്നവരടുത്ത് പറയാം. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെറുക്കിയ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലായി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. 10 മണിമുല്ലേൻ്റെ വേറൊരു വേർഷനായിട്ടുള്ള അതിൻ്റെ ചെറുത് പാതി വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. അതാ പോയി. മുക്കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയോ പോയി ഗൈസ്. വിരിഞ്ഞൊക്കെ എനിക്ക് കൃഷിയോടും പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഭയങ്കര പൂക്കളുടെ മയം കാണാനുള്ളൂ. ഒരു ചെടി ഫുള്ളൊക്കെ പറിക്കുന്ന ഗൈസ്. 2 ചിക്ക് പറിച്ചിട്ട് നമുക്ക് പോകുമ്പോൾ എടുക്കാം. ഗൈസിലൊക്കെ നല്ല രസമുണ്ട്, പറിക്കാനേ തോന്നുന്നില്ല ഗൈസ്. കുറച്ച് പറിക്കുന്നുള്ളൂ, കാരണം നമുക്ക് വാഷി ടാപ്പിനാണ് മതി. ഗൈസിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുടെ മുട്ടാണ്. മുട്ട് കുറച്ച് പറിക്കുന്നുണ്ട്, മുട്ടല്ല മുട്ട്. ഒരു വാഷി ടാപ്പിയാണ് ഇങ്ങനെ ആക്കുന്നുള്ളൊരു സംശയമാണ്. ഈ ആലപ്പൂ പറിക്കാനുള്ളത്. ഈ ചെടിക്ക് പറയുക ആനച്ചെടി എന്നാണ്. പൂരാപ്പൂ നമുക്ക് വിൽക്കാമല്ലോ സൈഡിഫിക്കറ്റായിട്ട്. ബ്യൂട്ടിഫുൾ ഒരു പൂക്കളാണ് ആ പൂക്കൾ. ചൂട്ടപ്പൂ നമുക്ക് പ്രത്യേക ഭംഗി. ഇത് പറിച്ചെടുക്കട്ടെ. ആയതുകൊണ്ട് കുറേ സമയം എടുക്കും. 3 ചിക്ക പറിച്ചത് 3 കേട് വരാനാണ് ഇതാകുന്നത്.